നാട്ടിലെ ജിമ്മിൽ ഒരു വർക്കൗട്ട് സെഷൻ. അപ്പോൾ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഷിൻസേട്ടൻ്റെ ജിമ്മിലാണ്. പക്ഷേ അത് ഇവിടെ അല്ലായിരുന്നു, കുറച്ചപ്പുറത്ത് മാറിയായിരുന്നു. ഷിൻസേട്ടൻ പുതിയ ജിമ്മൊക്കെ ഇട്ടു. ജിമ്മിൻ്റെ ടൂറ് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ജിം ടൂർ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ജിമ്മിൽ പോയപ്പോൾ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച ആളാണ് ഷിൻസേട്ടൻ. അപ്പം പുള്ളിയുടെ ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ഓഫ് വർക്കൗട്ടായിരിക്കും ഇന്ന്. ബാക്കും ബൈസും ആയിരിക്കും ഇന്ന്. എല്ലാ ജിമ്മിലും ടൗലും മാൻഡറ്ററിയാണ്. വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് അമ്മ തന്നു വിട്ടാണ് ഈ റോസ് കളർ സാധനം. സോ ഷിൻസേട്ട് വാമപ്പ് ചെയ്യുകയാണ്. പുള്ളി വരട്ടെ, അത് കഴിയുമ്പം വർക്കൗട്ട് തുടങ്ങാം. ജിം അത്യാവശ്യം പ്രീമിയം ആകും കേട്ടോ. ഞങ്ങളുടെ എറണാകുളം ജിമ്മിൻ്റെ സെയിം മിഷൻസ് കാര്യങ്ങളും അതേ എസ്തെറ്റിക് ഫീല്. കട്ടപ്പനയിൽ നല്ലൊരു ജിം തന്നെയാണിത്. നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ടിടാം. സോ അത്യാവശ്യം ഓൾഡ് സ്കൂൾ ടൈപ്പിൽ ജിമ്മ് തുടങ്ങിയപ്പോഴത്തെ സ്റ്റൈലിലുള്ള ഒരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും ഇന്ന്. സോ ഷിൻസേട്ടൻ വരട്ടെ, ഒരുമിച്ച് ട്രെയിൻ ചെയ്യാം. ഫ്രെയിമിലിരിക്കണോ? അതാ ക്യാമറ ആംഗിൾ. അതാ ഇല്ലില്ല, എടുത്തിട്ടൊന്ന് കാണിക്കണേ. ഞാൻ ഏറെ പോവുന്നു. എന്നാ പറയണ്ടേ? വീഡിയോ വൈറലായാലും എയറിൽ നമ്മൾ പോകുള്ളൂ. ഇന്നത്തെ വർക്കൗട്ട് പറഞ്ഞോ? ഞാൻ പറയാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കും ബൈസുമാണ്. ബാക്കിൻ്റെ 3 വേരിയേഷനും ബൈസിൻ്റെ 2 വേരിയേഷനും. ഒരെണ്ണം വാം സെറ്റും 2 വർക്കിംഗ് സെറ്റും. ഓക്കെ. ഫസ്റ്റ് നമുക്ക് ലാറ്റ് പുള്ളിനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്ത്. അതൊക്കെയാണോ? അത് മതി. നാച്ചുറലായിട്ട് മതി, നമ്മൾ ഒത്തിരി അഭിനയിക്കും. എത്ര സെറ്റ് പോകണ്ടേ? 3 സെറ്റ് പോലെ ക്ലീൻ ആയിട്ട് പോകാം. ഹെവി പോയില്ലേലും ക്ലീൻ ആയിട്ട്. എത്രണ്ണം വെച്ചാ? 12 ആണോ? ഓക്കെ. ഓക്കെ. ഇനി ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞത്. Seven, 8, 9, 10, 11, 12. പുതിയ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഒരു വർഷം. ഇവിടെ എങ്ങനെയാണ് ഫീസും കാര്യങ്ങളൊക്കെ? ഇവിടെ 1200 മന്ത്ലി, പിന്നെ പാക്കേജ് 3 മാസത്തിന് 3000, 6 മാസത്തിന് 5500, ഇയർലി 9500. ഇയർലി എടുക്കുന്ന അപ്പോൾ ലാഭം. ജിമ്മ് ഇപ്പോൾ എവിടെയാണ് നമ്മുടെ വരുന്നത്? ഇത് കട്ടപ്പന വെള്ളയംകുടി റൂട്ട്, മാസ് ഹോട്ടലിൻ്റെ തൊട്ടടുത്ത്. ഓക്കെ. എത്ര വെയിറ്റ് ഉണ്ട്? ഒരു 10 കൂട്ടിയാൽ മതി. ഓക്കെ.
ക്യാമറ ഷൈനസ് ആണെന്ന് തോന്നുന്നു. ക്യാമറ ഷൈനസ് ആണെന്ന് തോന്നുന്നു. മോർണിംഗോ? ആദ്യമായിട്ടാ വ്ളോഗ് വ്ളോഗൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വ്ളോഗൊന്നും പറയാൻ പറ്റില്ല എന്നാലും പോട്ടെ. 1 2 ഹമി സീറ്റ് ഓർഡർ അല്ലേ? സീറ്റ് ഇടറോ? ആ പൊക്കി വെക്കണോ? വെച്ചാൽ മതി. ഓക്കെയാണോ? പന്ത്രണ്ടല്ലേ? കുറച്ചുകൂടെ ബൈക്കോട്ട് ഇറങ്ങിയതാ. ഓക്കെ. വെയിറ്റ് കൂടിയായിരുന്നോ? ഇല്ലില്ല. നല്ല ആംഗിള്. 15 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അവിടെ ഇതില്ലേ? ഉണ്ട് ഉണ്ട്. ടീ ബാർ ഉണ്ടോ അല്ലേ? ആ അവിടെ ടീ ബാർ.
ഇവിടെ എല്ലാ മെഷീൻസും തന്നെ ഉണ്ടല്ലേ? ഏഹ് ഇവിടെ എല്ലാ മെഷീൻസും തന്നെ ഉണ്ടല്ലേ? ആ നമ്മളത് അതിൻ്റെ ഇടയ്ക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്തല്ലേ. ആ പ്രീമിയം വീഡിയോ എടുക്കാനാണെങ്കിലും സെറ്റപ്പ് അല്ലേ? അല്ലേ? ലൈറ്റിങ് കറക്റ്റ്. അടുക്ക് ഞങ്ങൾക്കൊരു സ്ക്വാഡ് ട്രാക്ക് ഉണ്ട്, കാണിച്ചു തരാം. രാവിലെയാണോ വൈകിട്ടാണോ തിരക്ക് കൂടുതൽ? അത് ഓരോ ദിവസം ഓരോ രീതി. ഓഫീസിൽ പോകേണ്ടവരൊക്കെ വരുന്ന സമയം ചിലപ്പോൾ രാവിലെ തിരക്ക് കാണും, ചില ദിവസം വൈകിട്ടാണ് തിരക്കായിരിക്കും. മേളിലല്ലേ? ആ മേളിൽ കുഴപ്പമില്ല, കാണിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദുഃഖവെള്ളിയുടെ ക്ഷീണം. കഴിഞ്ഞ പ്രാവശ്യം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നോക്കിയതാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷെ സ്പേസ് ഇല്ല. ഈ സാധനത്തിന് തന്നെ പെട്ടെന്ന് സ്പേസ് പോകുന്നറിയാവോ? അയ്യോ, ബാറ്ററി ഒറ്റയടിക്ക് തീർന്നു പോകും. 100 ഇട്ടാൽ ഉച്ചയാകുമ്പോൾ തീരും. ഞാനത് പിന്നെ മാറിയത്, മറ്റേത് എനിക്ക് നിൽക്കുന്നില്ല. ഇപ്പം ഇതിലെന്നും വീഡിയോ എടുപ്പായോണ്ടേ മാക്സ് ഇനി അടുത്തെടുക്കുമ്പോൾ പ്രോ മാക്സ് എടുക്കും, ചാർജ് ചെയ്യും. ഇത് 70 സംതിങ് ആയി ബാറ്ററി ഹെൽത്ത്, തീർന്നു, ചാകാറായി അത്. പക്ഷെ ഫോൺ കുഴപ്പമില്ല കേട്ടോ, അല്ലാണ്ട് ഹാങ്ങും കാര്യമൊന്നുമില്ല. വാഴ കണ്ടോ സിനിമ? വാഴ കണ്ടോ? കണ്ടില്ല, കാണണം. ഇന്ന് പോകണം. ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഫുള്ള് വെച്ചിട്ട് അടിച്ചാണ്. ഞാൻ ചെയ്തോണ്ടിരിക്കാതെ. നാളെ ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. അവിടെ ഇരിക്കുവോ? എടുത്തില്ല. എപ്പോഴാണ്ട? എവിടെ എവിടെ നിന്നെടുത്താലും നല്ല ആംഗിള്. ഇതിലാണോ ചെയ്യുന്നേ? ഓ, പുതിയ മെഷീൻ, വെറൈറ്റി പോവാം. ചെയ്യുമ്പോൾ ഒരുപാട് ഇറങ്ങി നിൽക്കാതെ രണ്ട് സ്റ്റെപ്പ് കയറി ചെയ്തു കേട്ടോ. ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഇത് എനിക്ക് ആദ്യത്തെ വർക്ക്, പുതിയതായിട്ടുള്ള വർക്കൗട്ട്. ബേസിക്സുകൾ തന്നെ, പിന്നെ ഒരു വെറൈറ്റി. ഗൈസ്, ഓൾഡ് സ്കൂളല്ല, ഞങ്ങൾ കുറച്ച് മോഡേൺ ആയി പെട്ടത്. ഓ, ട്രൈ ചെയ്ത് നോക്ക്.
മതിയാ? കേബിളായതുകൊണ്ട് ചെറിയ വെയിറ്റിലും ചെറിയ വെയിറ്റ് വേണ്ട, ഒത്തിരി വെയിറ്റ് പോകത്തില്ല. തിരിച്ച് വലിക്കണുണ്ട്. തിരിച്ച് അങ്ങോട്ട് തന്നെ അത് വലിക്കണോണ്ടേ കുറച്ച് കറക്റ്റ് അത് ചെയ്യാം. നല്ല വർക്കൗട്ട് ശരിയല്ലേ? മറ്റേത് ആടി വലഞ്ഞ് ഇതിപ്പോൾ ആടത്തില്ല, കറക്റ്റ് പൊസിഷനിൽ തന്നെ നമ്മൾ പോകണം. ഒരുപാട് വെയിറ്റ് നമുക്ക് പാടാതില്ല. കൺട്രോൾഡാ അല്ലേ? വെയിറ്റ് നോക്കാം, പറ്റുവാണെങ്കിൽ കൂട്ടിയാൽ മതി. 5 കൂട്ടിയായിരുന്നു, അവിടെയാണ് 5 കുറച്ച് ചെയ്തത്. വെയിറ്റ് ഓക്കെ അല്ലേ? കൺട്രോളാണ്, പക്ഷെ പാടുമാണ്. 20 ഇട്ടിട്ടുള്ളൂ, പക്ഷെ അത്യാവശ്യം പാടാം. പക്ഷെ കൊള്ളാം. നമ്മൾ മറ്റേ ആയണ സംഭവമില്ല കേട്ടോ, കറക്റ്റായിട്ട് കൊള്ളാം. നല്ല മെഷീൻ. അടുത്ത വർക്കൗട്ട് ഏതാ? ഹാമർ കേൾ. ഓക്കെ. മതി മതി മതി. ഷിൻസേൻ്റെ അഭിപ്രായത്തിലേ എത്ര മണിക്കൂറിൽ തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ല വർക്കൗട്ട് ഫുള്ള്? അത് ഓരോരുത്തരുടെ, എന്നാലും മിനിമം ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ 1 hour മാക്സിമം മതി. അതായത് പുതിയതായിട്ട് വരുന്ന ഒരാൾ ഓവർ ടൈം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രോപ്പർ ഫോമിൽ കറക്റ്റ് വെയിറ്റിലൊക്കെ ചെയ്താൽ മതി. അത് ഒരുപാട് ഓവറായിട്ട് ടൈം കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രോപ്പർ വർക്കൗട്ട് മാത്രമല്ല, ഫുഡും കൂടെ നോക്കണ്ടേ. എല്ലാം ഒരുപോലെ ഒന്നല്ലേ ബോഡിയൊക്കെ ബിൽഡ് ഒരു ഇതാകത്തുള്ളൂ. ഒരു 45-50 1 hour'നുള്ളിൽ തീർത്താൽ മതി. പിന്നെ എല്ലാവർക്കും പറ്റണമെന്നുമില്ല, ചിലർ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ ചെയ്തോളൂ. എത്രയാ? 15 എടുക്കാം ലാസ്റ്റ്.
യെസ്, ഖത്തം, വർക്കൗട്ട് ഡൺ. നമ്മൾ 45 മിനിറ്റ് തീർത്തു, 45-50 മിനിറ്റിൽ. 50 മിനിറ്റ്. അപ്പോൾ 5 ഐറ്റംസേ പോയുള്ളൂ. 5 വേരിയേഷനേ പോയുള്ളൂ. ഇന്നലെ ഞങ്ങളുടെ ദുഃഖവെള്ളിയുടെ ക്ഷീണമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പക്ഷേ ഓക്കെ ആയിരുന്നു വർക്കൗട്ട്. കുഴപ്പമില്ല, പെട്ടെന്ന് തീർന്നു. ഗുഡ് സെഷൻ. ഓക്കെ, ടാറ്റ പറഞ്ഞേരെ. ടാറ്റ.